ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ തൃശ്ശൂരായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ തൃശ്ശൂർക്ക് യാത്ര ചെയ്യണമെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വെങ്കിടങ്ങിൽ കണ്ണോത്ത് എന്ന് പറഞ്ഞ പാടാണത്. കിലോമീറ്ററോളം ഇങ്ങനെ സൈഡിലെ പാടങ്ങളാണ്. പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത് ജനുവരിയിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഹാർവസ്റ്റിംഗ് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. അപ്പോൾ വൈക്കോലൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അതിൻ്റെ വൈക്കോൽ കയറ്റി അയക്കുക അല്ലെങ്കിൽ വിൽക്കുക അങ്ങനത്തെ ഒരു ടൈമാണ്. അപ്പോൾ ഏതാണ്ട് നല്ല ടൈമിൽ ഞാൻ നാട്ടിൽ നിന്നായിരുന്നത്. അപ്പോൾ ആ പെയിൻറ്റിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആർട്ട് വ്ളോഗിലേക്ക് സ്വാഗതം. ഈ പെയിൻറ്റിങ് എനിക്ക് വളരെ ടച്ചിങ് ആണ്. പല കാരണങ്ങൾ കൊണ്ട് രണ്ട് മെയിൻ ഇംപ്രഷനിസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്ത ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ ഭയങ്കരമായിട്ട് റിസംബ്ലൻസ് ആയിരുന്നു ഈ ലൊക്കേഷന്. ഒന്നെല്ലാവർക്കും ഗസ് ചെയ്യാന്നുള്ള വിൻസെൻ്റ് വാൻ ഗോഗ്, രണ്ട് ക്ലൗഡി മോനെ. രണ്ടുപേരും ഇംപ്രഷനിസ്റ്റ്, ഒരാൾ ഇംപ്രഷനിസ്റ്റ് ഒരാൾ പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് ആയിരുന്നു. അപ്പോൾ കൂടുതലും വാൻ ഗോഗിൻ്റെയാണ് ഇതിൽ കറക്റ്റ് റിസംബ്ലൻസ്. ഒരു ക്യാരക്ടറിൻ്റെ കുറവ് മാത്രമുണ്ട്. അപ്പോൾ ഞാനിത് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എംപ്റ്റി ആയിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഹാർവസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈക്കോലൊക്കെ കറ്റകളാക്കിയിട്ട് ഇവർ വണ്ടിയിൽ ലോഡിങ് ടൈമിംഗ് ആണ്. ഒരു 3 മണിക്ക് ശേഷമാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെയിൻറ്റിങ്. ഒരു നല്ല വെയിലാണ്, അത്യാവശ്യം വെയിൽ കൊണ്ടിട്ടുണ്ട്, അത്യാവശ്യം സൺബേൺ കിട്ടുന്നുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് വർത്ത് ഇറ്റ്. എന്നുവെച്ചാൽ നമുക്ക് ആ ചെയ്യുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് എന്താ പറയുക, വേറെ ഈ നിങ്ങളും ഒരു ആർട്ട് ഫ്രീക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ലൊക്കേഷൻ ചെന്ന് ചെയ്യുമ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുമ്പോഴായാലും ആ ഒരു ഫീല് നമുക്ക് വേറെ ഇത് ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാനും നിങ്ങളും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതും ഞാൻ ഈ ലൊക്കേഷൻ ചെന്ന് പെയിൻറ്റ് ചെയ്യുന്നതും. പിന്നെ ഈ പെയിൻറ്റിങ്ങിൽ ഞാൻ ഏണസ്റ്റ്ലി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു മോഡലിനെ എങ്ങനെയെങ്കിലും അവിടെ നിർത്തിയിട്ട് വരക്കാൻ പറ്റിയ കൊള്ളായിരുന്നു. വാൻ ഗോഗിൻ്റെ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇതുപോലത്തെ ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു പെയിൻറ്റിങ്സ്. ലക്കിലി ഒരു ഇവിടെ ഹാർവസ്റ്റിനൊക്കെ ഇപ്പോൾ തൊഴിലാളികൾ കുറേ വരുന്നുണ്ട്. അയാളോട് സംസാരിച്ചു, അയാൾ ഹാപ്പി ആയിരുന്നു പോസ് ചെയ്യാൻ. അങ്ങനെ അയാളൊന്ന് പോസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈം പ്ലെയിനറിൽ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഈ പെയിൻറ്റിങ് ഉള്ളത്, ഇതിന് ശേഷമാണ് ഞാൻ വലിയ ക്യാൻവാസുകൾ പ്ലെയിനറിൽ ലൊക്കേഷൻ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ക്യാൻവാസ് സൈസ് ഒരു 18x24 ഇഞ്ചസിൻ്റെ ക്യാൻവാസ് സൈസാണ് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത്, ബിഗർ സൈസ്. ഇതിന് ശേഷം എനിക്ക് ഓക്കെ നൗ ഐ ക്യാൻ പുഷ് ഇൻ ടു മോർ ബിഗർ സൈസ്. അങ്ങനെ ഒരു 27x35 ഇഞ്ചസുള്ള ഒരു സ്ട്രെച്ചറിൽ ഞാൻ ക്യാൻവാസ് സ്ട്രെച്ച് ചെയ്തിട്ട് ഇതേ ലൊക്കേഷനിൽ വന്ന് ചെയ്തിരുന്നു. അതിലും ഒരു ക്യാരക്ടർ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആവാം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു 2 ദിവസത്തെ പെയിൻറ്റിംഗ് ആയിരുന്നു. നിങ്ങൾക്കൊരു റെഫറൻസിന് ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു പെയിൻറ്റിങ്ങാണ് ഞാൻ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത്. ഒരു മോഡലിനെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു, ഓൾമോസ്റ്റ് ഹയർ ചെയ്തെന്ന് പറയാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പെയിൻറ്റിങ്. അപ്പോൾ നിങ്ങൾ കാണാം, ഇപ്പോൾ ബൈ നമുക്ക് പോസ് റെഡി ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ ഓൾറെഡി ലോഡ് ചെയ്ത് കൊണ്ടുപോയതായിരുന്നു, അത് അൺലോഡ് ചെയ്ത് അവിടെ കൊടുന്ന് വെച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ പോസ് ചെയ്തു ഒരു ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ്. ബാക്കി ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ ജസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൽ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എലമെൻറ്റ്സ്. എന്താ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു മോഡലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓൺ ദ ഗോ അവർ റെഡി ആയപ്പോൾ ഞാൻ അതിനേക്കാൾ ഹാപ്പിയായി, ഞാൻ പോസ് ചെയ്യിപ്പിച്ചു, ഞാൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൽ ഡീറ്റെയിൽസ് അല്ല മാറ്റർ. ആക്ച്വലി നമ്മളൊരു ഇംപ്രഷനിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഇംപ്രഷനാണ് കൊടുക്കുന്നത്. അത് ഡിപ്പെൻസ് ആണ്. ചിലർ കളറിസ്റ്റ് ആയിരിക്കും, ചിലർ ടോണലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിൽ രണ്ടിലും മിക്സിൽ നിൽക്കുന്നതാണ്. അതായത് ഞാൻ ടോണലിസ്റ്റുമാണ്, അതുപോലെ തന്നെ എനിക്ക് ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഗോൾഡാണ്. ഞാൻ ഈ പെയിൻറ്റിങ്ങിന് ഗോൾഡ് ഹാർവസ്റ്റേഴ്സ് അല്ലെങ്കിൽ പെസൻറ്റ് ലൈഫ് അങ്ങനെയൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഗോൾഡാണ് ശരിക്കും അവിടെ കാണുന്നത്. അതായത് ഓൾമോസ്റ്റ് എന്താ പറയുക, ഇൻറ്റൻസ് യെല്ലോ. ഇത് സത്യം ഇത് ജസ്റ്റിസ് ചെയ്യുന്നില്ല. വീഡിയോയിൽ കാണുന്ന ഇതുപോലെയല്ല അവിടുത്തെ നിങ്ങളവിടെ ചെന്ന് നിൽക്കുമ്പോഴുള്ളത്. എന്താ വെച്ചാൽ ആ യെല്ലോ ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു തീഷ്ണത ഉണ്ടല്ലോ, അത് ഭയങ്കര ഡെപ്ത്ത് ഡീപ്പാണ്. എന്തെന്നായാലും നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡ് നമുക്ക് ഇതിൻ്റെ വലിയൊരു സൈസ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിന് വളരെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. വലിയ ക്യാൻവാസ് ഫസ്റ്റ് ടൈം ഞാൻ ഔട്ട് ഇൻ പ്ലെയിനർ ചെയ്യുന്നതായിരുന്നു. അതിൽ കൂടെ ഒരു മോഡലിനെ പോസ് ചെയ്യിപ്പിച്ചിരുന്നു.
അപ്പോൾ വളരെ എൻജോയ് ചെയ്തൊരു പെയിൻറ്റിംഗ് ആയിരുന്നു അത്. 2 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയി ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായി അടുത്തൊരു എപ്പിസോഡ് വരുന്നവരെ ഹാപ്പി പെയിൻറ്റിങ്, കീപ് പെയിൻറ്റിങ് ഗൈസ്, സീരിയസ്ലി.